ഹലോ, വെൽക്കം ടു കിച്ചൻ ഡിലൈറ്റ്സ്. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റൂ എങ്ങനെ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാമെന്നും അതേപോലെ കറക്റ്റായിട്ടുള്ള തിക്നെസ്സിൽ അതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു അടിപൊളി സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പ്രഷർ കുക്കറിൽ വളരെ ഈസി മെത്തേഡിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രഷർ കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 5 ഏലക്ക, 6 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതൊക്കെ ഒന്ന് പൊട്ടി വരണം. പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 10-12 കിസ്മിസ് അല്ലെങ്കിൽ റേസിൻസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഒരു 5-6 കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, പക്ഷേ ഉണക്കമുന്തിരി ഒഴിവാക്കരുത്. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ സവോള നൈസായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരിക്കലും അത് ബ്രൗൺ ആയി പോവരുത്, അതിൻ്റെ കളറ് മാറരുത്, പക്ഷേ ഇത് നന്നായിട്ട് കുക്കാവുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിനനുസരിച്ച് 1-2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ മാത്രം ഇനി ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഓൾമോസ്റ്റ് റെഡി ആവുമ്പോൾ നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി 1 കപ്പ് ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ 1 കപ്പ് ഗ്രീൻ പീസ്, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഈ ഗ്രീൻ പീസ് തലേദിവസം രാത്രി കുതിർത്തി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ മെഷർ ചെയ്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുത്തത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തന്നെ 1ാം പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള 1ാം പാല് വേണം ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് സ്റ്റൂവിൻ്റെ തിക്നെസ്സിനെ അഫക്റ്റ് ചെയ്യും. 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടും ഇരിക്കുക. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒരുപാട് അങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ പാകത്തിന് തിക്നെസ് ഇല്ലയെന്ന് തോന്നും, പക്ഷേ കുറച്ച് സമയം ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന് ആവശ്യത്തിന് തിക്നെസ് തനിയെ വന്നോളൂ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്